ഇന്ന് ഞാൻ പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നത്. മുരിങ്ങാക്ക തോരനാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? മുരിങ്ങാക്കായ, ഒരു 2 കോഴിമുട്ട, ചെറിയുള്ളി, കരിവേപ്പില, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, മല്ലിച്ചപ്പ്, 2 കോഴിമുട്ട ഉടച്ചത്, ചെറിയൊരു കപ്പ് തേങ്ങ. ഞാനേ എണ്ണ ഒഴിച്ചു കൊടുക്കണേ, വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ. അതിലേക്ക് ആ ഉടച്ചു വെച്ച 2 കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കും. പിന്നെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ആ ചീനിച്ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടട്ടെ. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ കരിവേപ്പില ഇട്ട് കൊടുക്കും. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുരിങ്ങാക്കായാണ്. കടുകൊക്കെ പൊട്ടില്ല. മുരിങ്ങാക്കായ ഇതൊന്ന് വേവട്ടെ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താ മുരിങ്ങാക്കായ വേവാനുള്ള വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് വേവണം. ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10 ചെറിയ ഉള്ളി. പച്ചമുളക് ഇതിലിങ്ങനെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനൊന്ന് ചതക്കണേ. കണ്ണിലേക്ക് ഒന്നും തെറിക്കരുത്. ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് എന്താ പറയുക, തേങ്ങയാണ്. കുറച്ച് ഇട്ട് കൊടുക്കാം. അവനവന്റെ ഇഷ്ടത്തിന് ഇട്ടാൽ മതി കേട്ടോ. പച്ചമുളകും വറ്റൽമുളകും ഒക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതിയേ. ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലേ വേവാൻ പാടില്ല. ഉപ്പുണ്ടാവുക നോക്കണേ. മസാലേന്റെ പൊടി ചേർക്കുന്നുണ്ട്. കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഞാൻ നേരത്തെ ഫ്രൈ ആക്കിയ കോഴിമുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്പൂണൊന്ന് മാറ്റേണ്ടി വരും. സ്പൂണൊന്ന് മാറ്റി കൊടുക്കണ്ടേ. സ്പൂണ് മാറ്റിയിട്ടാ ഇളക്കാൻ ചുവത്തിന് ഒക്കെ ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കട്ടെ. എന്നിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷൻ. കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്നും കൂടി യോജിപ്പിക്കാം. ഈ ഒരു തോരൻ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഞാൻ സ്റ്റൗ ഓഫാക്കി ഇനി എന്താ ചെയ്യാൻ പോകുന്ന അറിയോ? ഞാൻ പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ച കോഴിമുട്ടേനെ അത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടു. നമ്മൾ ഉണ്ടാക്കിയ തോരൻ അത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാനേ 2 ചപ്പാത്തി എടുത്തിട്ടുണ്ട് കേട്ടതാ. ഈ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. മുരിങ്ങാക്കായും ആ കോഴിമുട്ടയും ഉള്ളി പുഴുങ്ങിയ കോഴിമുട്ടയും എല്ലാം കൂടി നല്ല ടേസ്റ്റ് ആവും. ഞാൻ കഴിക്കാൻ പോവാണേ. മുരിങ്ങാക്കോല് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ വെക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്.
തിന്നിട്ട് തിന്നു മതിയാവില്ല. എന്താ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ബായ്.